നിങ്ങൾ ഓഫ് റോഡ് ചെയ്തിട്ടുണ്ടോ? അത് നമ്മുടെ ഗവൺമെന്റ് അംഗീകൃതമായിട്ടുള്ള ഓഫ് റോഡ്, അതും ഫുൾ സൗജന്യമായിട്ട് ഏത് പ്രായക്കാരിക്കും ഏത് വണ്ടിയായിട്ടും വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഓഫ് റോഡ് എക്സ്പീരിയൻസ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇന്ന് ഞങ്ങൾ അങ്ങനെയുള്ള ഒരു സ്പോട്ടിലോട്ടാണ് ഇന്ന് ഞങ്ങൾ പോവാൻ പോണത്. അപ്പൊ ഞാനും ഉണ്ട്, എൻ്റെ ഒപ്പം കൂട്ടുകാരനുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഓഫ് റോഡിങ് സ്പോട്ട്. ഈ വഴി പോയവർക്കും ഇത് എക്സ്പീരിയൻസ് ചെയ്തവർക്കും മനസ്സിലാവും ഈ സ്ഥലം എവിടെയാണെന്നും ഇവിടുത്തെ ഓഫ് റോഡിങ് എങ്ങനെയുണ്ടെന്നും. അപ്പോൾ ഇവിടെ നിന്നാട്ട് നമ്മുടെ ഓഫ് റോഡിങ്ങിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ്. എനിക്ക് ഓരോ വണ്ടിയുടെയൊക്കെ ഓഫ് റോഡിങ് പെർഫോമൻസ് ഷൂട്ട് ചെയ്യേണ്ടത് കാരണം ഞാൻ എൻ്റെ കൂട്ടുകാരന് ബൈക്കായി മാറിയൊക്കെ ഉണ്ട്. ഓരോ വണ്ടിയൊക്കെ ഓഫ് റോഡിങ് കഴിഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇവിടെ ഇത്രയും വെള്ളമുള്ളൂ. ഇതിനേക്കാളും കൂടുതൽ വെള്ളം ആവശ്യമുള്ളവരാണെങ്കിൽ അത്യാവശ്യം മഴയത്തൊക്കെ വന്നതായിരിക്കും നല്ലത്. ഓഫ് റോഡിങ് സ്റ്റാർട്ട് ചെയ്ത് ഈ ഒരു സ്പോട്ടിലെത്തുമ്പോഴാണ് നിങ്ങൾക്ക് ഓഫ് റോഡിങ്ങിൻ്റെ ഫീൽ എന്താണെന്ന് മനസ്സിലാവുന്നത്. അത്യാവശ്യം വെള്ളക്കെട്ടും ഓരോ കുളം കണക്കിനൊക്കെയാണ് ഓരോ കുഴികളൊക്കെ ഉള്ളത് കേട്ടോ. പേടിയുള്ളവരൊന്നും ഈ ഓഫ് റോഡിങ്ങിന് ഇറങ്ങാൻ നിൽക്കരുത് കേട്ടോ. പ്രത്യേകിച്ച് റൈഡേഴ്സായ ചേച്ചിമാർ. നിങ്ങൾക്ക് കാല് കുത്തേണ്ട അവസ്ഥ വരുമ്പോൾ നിങ്ങൾ കാല് കുത്തണത് ചിലപ്പോൾ കുഴിയിലായിരിക്കും. പിന്നെ നിങ്ങളെ ചെളി വെള്ളത്തിൽ നിന്ന് പൊക്കിയെടുക്കേണ്ടി വരും. അപ്പോൾ ഹെൽമെറ്റൊക്കെ വെച്ച് നോക്കിയും കണ്ടൊക്കെ വേണം ഈ വഴി കൂടിയൊക്കെ പോവാൻ. ഇനി നിങ്ങൾ കുറച്ച് വണ്ടിയുടെയൊക്കെ ഓഫ് റോഡിങ് പെർഫോമൻസ് ഒക്കെ ആയിട്ട് കാണാൻ പോണത്. കുറച്ച് വണ്ടിയുടെയൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഈ ഓഫ് റോഡിങ് വേണ്ടെന്നാണെങ്കിൽ നിങ്ങൾക്ക് മാപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ നല്ല വഴി വേറെ കിട്ടും. ആ വഴി കൂടി പോകേണ്ടവർക്ക് ആ വഴി കൂടി പോവുക, അല്ലെങ്കിൽ ഓഫ് റോഡ് എക്സ്പീരിയൻസ് ചെയ്ത് പോകേണ്ടവർക്കാണെങ്കിൽ ഈ വഴി കൂടി പോവുക. അപ്പം ഞങ്ങളുടെ ഓഫ് റോഡിങ് എന്തായാലും കഴിഞ്ഞ്. അപ്പം അത്രയൊക്കെ ഉള്ളൂ. ബായ്.